മാധ്യമപ്രവർത്തകരോട് രോഷാകുലനായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ചൊടിപ്പിച്ചത്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ എന്തിനു ചോദിക്കുന്നുവെന്നും ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാമെന്നും പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യം? ഞങ്ങളുള്ളപ്പോൾ നിങ്ങൾ അറിയിക്കുമല്ലോ. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. എന്താണ് സതീശൻ പറയുന്നത്? വാർത്താ സമ്മേളനം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത്. പക്ഷേ ആ വാർത്താ സമ്മേളനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഒറ്റ വാക്കിലൊരു മറുപടി നൽകിയാൽ മതി. ഇന്ന് വാർത്താ സമ്മേളനം ഉണ്ടാകില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നത് എന്ന് ആണ് ചോദിച്ചത്. അപ്പോൾ മുൻപ് വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നായിരുന്നല്ലോ അറിയിച്ചു നിന്നിരുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അറിയിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നത്. നേരത്തെ കെ സുധാകരനും ഈ വിഷയത്തിൽ ഒരു ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ വന്നപ്പോൾ തന്നെ കാറിലേക്ക് കയറി പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും ഈ വിഷയത്തിൽ ഇവർ തമ്മിലുള്ള പോര് അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഒരുമിച്ചാണ് രണ്ടുപേരും ഈ വേദിയിലേക്ക് ജനകീയ സദസ്സിന്റെ ചർച്ചാ സദസ്സിന്റെ വേദിയിലേക്ക് പത്തനംതിട്ടയിൽ കയറി വന്നത്. പക്ഷേ ഇരുവരും കാര്യമായ രീതിയിൽ ഒന്നും തന്നെ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. മാധ്യമപ്രവർത്തകർ ആദ്യഘട്ടത്തിൽ ചോദ്യം ഉന്നയിച്ചത് KPC പ്രസിഡന്റായിരുന്നു. അദ്ദേഹവും കാര്യമായ രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് വി.ഡി. സതീശനോട് ചോദിച്ചത്. വി.ഡി. സതീശനും കാര്യമായി രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത് കഴിഞ്ഞ് മാധ്യമപ്രവർത്തകർ വീണ്ടും അവരൊരു പ്രതികരണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ അസഭ്യ പരാമർശ വിവാദം തീരുന്നില്ല, അതിൻ്റെ അലവലുകൾ തീരുന്നില്ല. പ്രതിപക്ഷ നേതാവിന് ഇപ്പോഴും KPCC പ്രസിഡന്റിനോട് അതൃപ്തിയുണ്ട്. ജ്യേഷ്ഠാനുജന്മാരാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടി അതൃപ്തിയുണ്ട് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ ഒരു വാർത്താ സമ്മേളനം ഒഴിവാക്കിയതിന് പിന്നിലെന്ന് തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നൽകുന്ന സൂചന. എന്തായാലും ജനകീയ ചർച്ചാ സദസ്സ് സമരാഗ്നിയുടെ തുടരുക തന്നെയാണ്. എന്തായാലും ഇതിനുശേഷം ഈ സമരാഗ്നി കടന്നു പോകുന്ന കൊല്ലം ജില്ലയിലേക്കാണ്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അവിടുത്തെ സ്വീകരണ ചടങ്ങ് നടക്കുക. എന്തായാലും വിവാദം അവസാനിക്കുന്നില്ല. രാഷ്ട്രീയ പ്രചാരണ ജാഥ രാഷ്ട്രീയ പ്രതിരോധ ജാഥയായി കോൺഗ്രസിന് മാറുന്ന ഒരു കാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഈ ജനകീയ ചർച്ചാ സദസ്സിൽ സജീവമായി വി.ഡി. പങ്കെടുക്കുന്നുണ്ടോ? മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമുണ്ടോ? പ്രത്യേകിച്ച് ഈ സദസ്സിലും ചോദ്യങ്ങൾ വളരെ സജീവമായി അതിനോട് പ്രതികരിക്കുന്നത് സതീശനാണ്. സുധാകരൻ അവസരം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പരാതി ഉൾപ്പെടെ സുധാകരന് അമർഷമുണ്ടാക്കിയിട്ടുണ്ടെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ സജീവമായി വി.ഡി. സതീശൻ പങ്കെടുക്കുന്നുണ്ടോ? തീർച്ചയായും ഈ ഒരു ജാഥയുടെ ദൃശ്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം. തൊട്ടപ്പുറത്ത് ജനകീയ ചർച്ചാ സദസ്സ് നടക്കുകയാണ്. ആ ചർച്ചാ സദസ്സിൽ കൃത്യമായ രീതിയിൽ ഇരു നേതാക്കളും സംസാരിക്കുന്നുണ്ട്. വി.ഡി. സതീശൻ കുറച്ചുകൂടി സജീവമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വി.ഡി. സതീശൻ കുറച്ചുകൂടി സജീവമായി തന്നെ ചർച്ചാ സദസ്സിൽ പങ്കെടുക്കുന്നു. പക്ഷേ കാര്യമായ രീതിയിലുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ KPC പ്രസിഡന്റും അതുപോലെ തന്നെ വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് തന്നെ ഈ ജനകീയ ചർച്ചാ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഒരുമിച്ചുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തുമോ എന്ന ചോദ്യത്തിനാണ് വ്യക്തമായ രീതിയിലുള്ളൊരു മറുപടി ഇതുവരെ ലഭിക്കാത്തത്. എന്തായാലും അക്കാര്യത്തിലൊരു പ്രതികരണം ഇതിനുശേഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആളുകളുടെ ചോദ്യങ്ങൾക്ക് ജനകീയ ചർച്ചാ സദസ്സിലൂടെ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം കൊല്ലം ജില്ലയിലേക്കാണ് കടന്നു പോകുന്നത് ജാഥ. ശരി, അസഭ്യ പരാമർശ വിവാദത്തിൽ അതൃപ്തി പ്രകടമാക്കി തന്നെ അതിൽ പങ്കെടുക്കുകയാണ് വി.ഡി. സതീശൻ. ശ്രീകുമാരനാണ് സമരാഗ്നിയിലെ വേദിയുമായി ബന്ധപ്പെട്ട് സതീശന്റെ പ്രതികരണമടക്കമുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ നൽകിയത്.